ഞാനൊരു വികാര ജീവിയാണ് എന്ന കെ.പി. ഉമ്മറിന്റെ സംഭാഷണം നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെ ആ സംഭാഷണത്തിന്റെ പേരിൽ ട്രോളുമ്പോഴും മനുഷ്യൻ ഒരു വികാര ജീവി തന്നെയാണ് എന്ന് സമ്മതിക്കാൻ നമ്മൾ മടി കാണിക്കാറില്ല. വികാര തള്ളിച്ചകൾ മനുഷ്യരിൽ സ്വാഭാവികമാണ്. മനുഷ്യൻ മാത്രമാണോ അപ്പോൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്? ദേഷ്യം വരുമ്പോൾ ചൂടാകുന്ന, സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന, വിഷമം വരുമ്പോൾ കരയുന്ന മറ്റു ജീവികളുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. പക്ഷേ നമുക്ക് ഏറെ പരിചിതനായ കോഴി അങ്ങനെ ഒരു വികാര ജീവിയാണെന്ന് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തൽ വന്നിരിക്കുന്നു. ദേഷ്യവും സ്നേഹവും ഭയവും മാനസിക സമ്മർദ്ദവും ഒക്കെ കോഴിയുടെ മുഖത്തും മിന്നിമറിയുമത്രേ. ഇന്ന് വികാര ജീവികളായ കോഴികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷികളിൽ ഫാസിയാനിഡ കുടുംബത്തിലെ ഉപകുടുംബമായ ഫാസിയാനിനിലെ ഒരിനമാണ് കോഴി. മുട്ടയ്ക്കും ഇറച്ചിക്കുമായി മനുഷ്യൻ ഇണക്കി വളർത്തുന്ന പക്ഷിയാണിത്. ഇണക്കി വളർത്തപ്പെട്ട ചുവന്ന കാട്ടുകോഴികളുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് നമ്മൾ ഇന്ന് കാണുന്ന വളർത്തുകോഴികൾ. സാധാരണ കോഴികളിൽ നിന്നും വ്യത്യസ്തമായി കാടപ്പക്ഷി, ടർക്കി കോഴി, ഗിനിക്കോഴി, അലങ്കാര കോഴികൾ തുടങ്ങിയ ഇനങ്ങളുമുണ്ട്. കോഴിവർഗത്തിലെ ആണിനെയും പെണ്ണിനെയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ ആൺപക്ഷികൾക്ക് വളഞ്ഞ തൂവൽ ചേർന്ന വാലുണ്ടാകും. കൂടാതെ തലയിലെ പൂവും ചുവന്ന താടിയുമൊക്കെ പൂവൻ കോഴിയുടെ ലക്ഷണങ്ങളാണ്. ഒരു പറ്റത്തിലെ മുഴുവൻ പിടകളെയും പൂവൻ കോഴി ഇണചേരും. പക്ഷിയാണെങ്കിലും ഉയരത്തിൽ ദൂരേക്ക് പറന്നുപോകാൻ കോഴികൾക്ക് സാധ്യമല്ല. ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് അന്നാട്ടിലെ നാടൻ ഇനങ്ങളുടെ രൂപത്തിലും വ്യത്യാസമുണ്ടായേക്കാം. കോഴിയുടെ മുട്ട വിരിയാൻ 21 ദിവസങ്ങൾ ആവശ്യമാണ്. മുട്ടയിട്ട ശേഷം തള്ളക്കോഴി 21 ദിവസവും അടയിരിക്കുകയും മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ആ സംരക്ഷണം അടുത്ത മുട്ടയിടൽ കാലം വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം തള്ളക്കോഴി തന്നെ കുഞ്ഞുങ്ങളെ ആട്ടി ഓടിക്കും. ഇതൊക്കെയാണ് കോഴിയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ. പക്ഷേ ഇവ ഒരു വികാര ജീവി കൂടിയാണെന്നാണ് പുതിയ അറിവ്. മനസ്സിലെ വികാരങ്ങൾ ഇവരുടെ മുഖത്തും പ്രത്യക്ഷപ്പെടുമെന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. മനുഷ്യനെ മറ്റ് ജീവി വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? വികാരവും അത് കൃത്യമായ രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവുമാണ് എടുത്തു പറയേണ്ടത്. സന്തോഷവും സങ്കടവും മനുഷ്യന്റെ കണ്ണിലൂടെ മിന്നിമറയും. അവന്റെ വികാരങ്ങൾ പ്രകടമാണ്. എന്നാൽ മനുഷ്യൻ മാത്രമല്ല, കോഴികളും വികാര ജീവികളാണെന്ന് പറയുകയാണ് പുതിയ പഠനം. പട്ടികളുമായി ഇടപെടുന്നവർക്ക് അവയുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കോഴിയെ വളർത്തുന്നവർക്ക് അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ടോ? അത് സാധിക്കുമെന്ന് പറയുകയാണ് ശാസ്ത്രം. അതെങ്ങനെയാണെന്ന സംശയം തോന്നിയേക്കാം. അതിനുള്ള ഉത്തരം നൽകാം. മനുഷ്യനെ പോലെ ഭാവങ്ങളിലല്ല, മറിച്ച് മുഖത്തിന്റെ നിറത്തിലൂടെ കോഴികളുടെ ഉള്ളിലെ വികാരം എന്താണെന്ന് പറയാൻ പറ്റുമെന്നാണ് പഠനം പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. കോഴിക്ക് കടുത്ത മാനസിക സമ്മർദ്ദവും ദുഃഖവും ഉണ്ടെങ്കിൽ അവയുടെ മുഖം കൂടുതൽ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുക. മറ്റുതരം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇത്തരത്തിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും ഇതാദ്യമായാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കോഴികളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൃത്യമായി കണ്ടെത്തുന്നത്. അഗ്രികൾച്ചറൽ സയൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന INREയിലെ ഗവേഷണ സംഘമാണ് കോഴികളുടെ വികാര പ്രകടനങ്ങൾ സംബന്ധിച്ച പഠനം നടത്തിയിരിക്കുന്നത്. സന്തോഷം, ഉത്സാഹം, സങ്കടം, ഭയം തുടങ്ങിയ വ്യത്യസ്ത വികാരങ്ങളിലൂടെ മനുഷ്യനെ പോലെ തന്നെ കോഴികളും കടന്നുപോകാറുണ്ട്. ഈ ഭാവങ്ങളൊക്കെ അവയുടെ മുഖത്ത് പ്രതിഫലിക്കാറുമുണ്ട്. വ്യത്യസ്ത ഭാവങ്ങൾ വ്യത്യസ്ത നിറം മുഖത്തിന് നൽകും. യാതൊരു സമ്മർദ്ദങ്ങളുമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുന്ന അവസരങ്ങളിൽ മുഖത്തിന് ഇളം പിങ്ക് നിറമായിരിക്കും. നേരെ മറിച്ച് ഭയം, ഉത്സാഹം തുടങ്ങിയവ അനുഭവപ്പെടുമ്പോൾ കോഴിയുടെ മുഖത്തേക്ക് ചുവപ്പ് നിറം പടരാൻ തുടങ്ങും. 3 മുതൽ 4 മാസം വരെ പ്രായമുള്ള സക്സസ് ഇനത്തിൽപ്പെട്ട കോഴികളെ കേന്ദ്രീകരിച്ച് 3 ആഴ്ചക്കാലം നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. ഇവയെ പ്രത്യേക സാഹചര്യത്തിൽ പാർപ്പിച്ച് പെരുമാറ്റ രീതികൾ സൂക്ഷ്മ പരിശോധന നടത്തുകയായിരുന്നു പഠനം. ഓരോ അവസ്ഥയിലും കോഴികൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അറിയാനായി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടി അവ കടന്നു പോകാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവയ്ക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകും. എന്നാൽ മറ്റു ചില സമയങ്ങളിലാകട്ടെ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ പിടികൂടാൻ ശ്രമിച്ചു. ഈ സമയങ്ങളിലെ അവയുടെ ഭാവപ്രകടനങ്ങൾ തിരിച്ചറിയാനായി 18,000 ചിത്രങ്ങളാണ് പകർത്തിയത്. ഇതിനുശേഷം ഇമേജറി സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ മുഖത്തെ നിറത്തിന്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് പിന്നീട് വിശകലനം ചെയ്യുകയായിരുന്നു. വ്യത്യസ്ത മനോവികാരങ്ങളിലൂടെ കോഴികൾ കടന്നു പോകുമ്പോൾ രക്തയോട്ടത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് മുഖത്തിന്റെ നിറം മാറ്റത്തിന് കാരണമാകുന്നതെന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. കൂടുതൽ കൃത്യമായി പറയുകയാണെങ്കിൽ കോഴിക്ക് ഭയമോ വിഷമമോ തോന്നുന്ന സാഹചര്യത്തിൽ മുഖഭാവത്തേക്കുള്ള രക്തയോട്ടം ക്രമാതീതമായി വർദ്ധിക്കുന്നു. എന്നാൽ ശാന്തമായിരിക്കുന്ന അവസരങ്ങളിൽ രക്തയോട്ടം സ്വാഭാവിക രീതിയിൽ തുടരുകയും ചെയ്യും. കോഴികളുടെ മുഖത്തിന് ചുറ്റുമുള്ള ചർമ്മം ഏറെ മൃദുലമാണ്. അതുമൂലം രക്തയോട്ടത്തിലെ ഈ വ്യതിയാനം വളരെ വേഗത്തിൽ ദൃശ്യമാവുകയും ചെയ്യും. ഇനി കോഴിയെ കാണുമ്പോൾ അതിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. അവയുടെ വികാരങ്ങൾ മുഖത്ത് മിന്നിമറയുന്നുണ്ടോ എന്ന്. കോഴിയെക്കുറിച്ചുള്ള ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അറിവ് എല്ലാവരിലേക്കും എത്താനായി ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.